ഹായ് ഹലോ 12th മാച്ചിലേക്കെല്ലാം വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടാവും. നമ്മുടെ പോസ്റ്റ് മാച്ച് ടോക്കാണ്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് CISF പ്രൊട്ടസ്റ്റേഴ്സ് ഫുട്ബോൾ ടീം. നമ്മളെന്തായാലും ജയിച്ചിട്ടുണ്ട്. ഒരു 7-up 7-0 നമ്മൾ ജയിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് മാച്ച് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഡെബ്യൂ ഗോൾസ്, അതായത് ഫസ്റ്റ് ഗോൾസ് ഓഫ് നവോച്ച ആൻഡ് അസർ. ആ ഒരു ട്വിങ് ബ്രദേഴ്സ് രണ്ടാളും അടിച്ചിരിക്കുകയാണ്. ഐമനും അസറും ഓരോ ഗോൾ ചെയ്ത് അടിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നുവ സദോയ് വിത്ത് ദ ഹാട്രിക്. നുവ ഒരു പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെനാഗ ട്രൈ ചെയ്യാൻ നോക്കിയതാണ്, ബട്ട് ഇറ്റ് ബിഗെയിം എ ഫ്ലോപ്പ്. ബട്ട് അറ്റ് ദ സെക്കൻഡ് ആ ഒരു റീപ്ലേ കാണിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ അതിനുള്ള ഒരു പകര ഗോൾ അടിച്ചിരിക്കുകയാണ് നുവ സദോയ്. ആൻഡ് ഇറ്റ് കംസ് ടു ആൻ എൻഡ് വിത്ത് 7 goals. പിന്നെ പെപ്രയുടെ നമുക്കറിയാമല്ലോ, സാധാ പോലെ തന്നെ നവോച്ചയുടെ ഒരു കിടിലൻ ഗോള്, നല്ല പവർഫുൾ ഷോട്ട് ആയിട്ടുള്ളൊരു ഗോള്. ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ഹാഫ് വാസ് ഹൈലി പ്രസ്സിങ് ഗെയിം. നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദ 30 minute, ആ ഒരു 30 മിനിറ്റിന് ശേഷം അത്യാവശ്യം ഗോൾ അടിച്ചതിന് ശേഷം പതിയെ കളി ഡൗൺ ആവാൻ തുടങ്ങി. നമ്മുടെ സെൻറ്ററിൽ കളിക്കാൻ തുടങ്ങി ഒരു കൂടുതലും. ആൻഡ് നമുക്ക് ആ ഒരു ഫോർമേഷൻ സ്വാപ്പ് കാണാൻ പറ്റി. അതായത് 4-3-3 എന്നുള്ള ഫോർമേഷൻ അത് പതിയെ മാറി 3-4-3 എന്നുള്ള ഫോർമേഷനിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദ സെക്കൻഡ് ഹാഫ്, അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ ബ്രൈസ് മിറാണ്ട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഫൈനലി കൂടുതലും 3-4-3, മിക്കാസ്റ്റേറെ കോച്ചിൻ്റെ മെയിൻ ഫോർമേഷനായ 3-4-3 വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐമനെ കുറിച്ച് പറയാനെന്ന് വെച്ചാൽ, ഐമൻ ചെറുതായിട്ട് പവർഫുൾ ഷോട്ട്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 2-3 ഷോട്ടിന് ശേഷമാണ് ഐമൻ്റെ ഫസ്റ്റ് ഗോൾ വന്നത്. ആൻഡ് CISF പ്രൊട്ടക്റ്റേഴ്സിനെ കുറിച്ച് പറയാനെന്ന് വെച്ചാൽ, അവർ സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരൊരു ഷോട്ട് അതായത് നോറ ഫെർണാണ്ടസ് ഗോൾ ആയതിനു ശേഷം സോംകുമാർ നല്ല രീതിക്ക് തന്നെയാണ് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നോറ ഫെർണാണ്ടസ് വന്നിട്ടുണ്ടായിരുന്നു ആസ് ഗോൾ കീപ്പർ. ആൻഡ് ഹി ഓൾസോ ഡസ് വെൽ. ബട്ട് ചില സിറ്റുവേഷൻസിൽ ഒരു ഡൗട്ട്ഫുള്ളായി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അഡ്വാൻസ് ചെയ്യണോ വേണ്ടേ, ഒരു സിറ്റുവേഷനിൽ അഡ്വാൻസ് ചെയ്ത് പ്രോപ്പർ അഡ്വാൻസിങ്ങിനെ ആയിരുന്നു. ഓഫ്കോഴ്സ് സോംകുമാറിൻ്റെ ആ ഒരു റേഞ്ചിക്ക് ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു റേഞ്ചിക്ക് എത്തിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹോർമിപ്പാം ആൻഡ് പ്രീതം കോട്ട ഒരു പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു. മിലോസിനെ മാറ്റി ഹോർമിപ്പാമിനെ കൊണ്ടുവന്ന പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എ ഗുഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ റൈറ്റ് ടൈം. കാരണം മിലോസ് ടയേർഡാവണ ഒരു ടൈം റേഞ്ച് ആകുമ്പോഴേക്കും തന്നെ ഹോർമിപ്പാം അവിടെ ഒരു റെസ്ക്യൂ പേഴ്സൺ ഉണ്ടായിരുന്നു. കാരണം മിലോസ് തളർന്നു കഴിഞ്ഞാൽ ഡിഫൻസ് ആകെ പോക്കാവും. നമ്മൾ കഴിഞ്ഞ മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു പഞ്ചാബിൻ്റെ എതിരെ. ആൻഡ് ഫൈനലി ബ്ലാസ്റ്റേഴ്സ് ഈസ് ഫിക്സ്ഡ് എ പൊസിഷൻ ഓൺ ദ ടോപ്പ്. എന്തായാലും ഗ്രൂപ്പ് സിയിൽ നമ്മൾ തന്നെ ആയിരിക്കും ക്വാളിഫൈ ആവുന്നുണ്ടാവുക. ആൻഡ് വി ആർ ഗോണ ക്വാളിഫൈ. നാളെ ഇനിയൊരു മാച്ചും കൂടി ഉണ്ട്, പഞ്ചാബ് FC വേഴ്സസ് മുംബൈ സിറ്റി റിസർവ്സ്. ആ മാച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ തീരുമാനമാവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോഴും കമൻറ്റ് ബിലോ. ഇനി ഇതേപോലത്തെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഫാസ്റ്റർ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് കമ്മ്യൂണിറ്റി ടാബിൽ ഇരുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളാക്കി വയ്ക്കുക. സോ ഫോർ നൗ, താങ്ക്സ് ഫോർ വാച്ചിങ്.